തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എനിക്കൊപ്പം ഉള്ളത് പാറശാലയുടെ ജനകീയ മുഖമായിട്ടുള്ള CK ഹരീന്ദ്രൻ MLA ആണ്. സഖാവെ, നീണ്ട 10 കൊല്ലം പാറശാലയുടെ ഒരു രണ്ടക്ഷരം CK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ മനുഷ്യനും അറിയാവുന്ന ഒരു പേരായി മാറിയിരിക്കുകയാണ്. വീണ്ടും തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നറിയാം. എങ്ങനെയുണ്ട് പ്രചരണ ചൂടിലേക്ക് ഇറങ്ങുമ്പോൾ? ഞാൻ ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പരമാവധി എത്തിച്ചേരാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജനങ്ങൾ ആഗ്രഹിക്കുന്നതിലുള്ള വികസന പരിപാടികൾ കൊണ്ടുവരാൻ സംസ്ഥാനത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പരമാവധി ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മാറ്റം മണ്ഡലത്തിൽ ഉടനീളം കാണാം. ഇനിയും ഈ മണ്ഡലത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യം ഒരുക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് എനിക്ക് വഹിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. ഒരു ജനത വളരെ നീണ്ട കാലം, പതിറ്റാണ്ടുകളായിട്ട് കാടിനുള്ളിൽ കഴിഞ്ഞ ഒരു ജനത. കുമ്പിച്ചിൽക്കടവ് പാലം വന്നപ്പോൾ ആ ജനതയ്ക്കുണ്ടായ സന്തോഷം അവിടുത്തെ ഓരോ കുരുന്നുകളുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പാലത്തിൻ്റെ ഒരു ആശയം അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചതിൻ്റെ ഒരു തികഞ്ഞൊരു നിശ്ചയദാർഢ്യമുണ്ട് അങ്ങയുടെ മുന്നിൽ. എങ്ങനെയാണ് ആ പാലം യാഥാർത്ഥ്യമായതിന് പിന്നിലുള്ള ആ ഒരു എങ്ങനെയാണത് വന്നത്? പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത് എങ്ങനെയായിരുന്നു? ഈ സഖ്യപർവ്വത നിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന 10-22ഓളം വരുന്ന നദികളിൽ വഴി സംഭരിക്കുന്ന വെള്ളം സംഭരിച്ചു നിർത്തി ഒരു ദയാർ ഡാം പണിയുന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് അന്ന് ആലോചിക്കുന്ന ഘട്ടത്തിൽ ഈ നദിക്ക് അരികിലും ഒക്കെ താമസിച്ചിരുന്ന ഒരു കൂട്ടം ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ആ നദിക്ക് അക്കരെ പെട്ടുപോയി. ആ ഗോത്രവർഗ വിഭാഗം പതിറ്റാണ്ടുകൾ കരിപ്പയാറിന് കുറുകയും മറ്റു നദികളുടെ അക്കരയുമായി ജീവിച്ചു പോരുകയായിരുന്നു. താലൂക്കിലെ സാധാരണ ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാൻ ഉപകരിക്കുന്നൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ കൂടെ ജീവിതം സംരക്ഷിച്ചുകൊണ്ടാവണം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമായിരുന്നു. എന്നാൽ പതിറ്റാണ്ടുകൾ അവർ ഒറ്റപ്പെട്ടു പോയി. ആ ഒറ്റപ്പെട്ടുപോയ ജനവിഭാഗങ്ങളെ പൊതുധാരയിൽ കൊണ്ടുവരിക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി പലപ്പോഴും പലരും ശ്രമിച്ചെങ്കിലും അത് സഫലമാക്കാൻ കഴിഞ്ഞില്ല. നിയമത്തിൻ്റെ പല ഊരാക്കുടുക്കുകളിൽപ്പെട്ട് അവിടെ ഒരു പാലം പണിയാനുള്ള അനുമതി കേന്ദ്ര ഗവൺമെൻറ് നൽകിയിരുന്നില്ല. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും ഡാം സേഫ്റ്റി വകുപ്പും ഫോറസ്റ്റും സംയുക്തമായി ഒരേ സമയം ഒരു തീരുമാനമെടുത്താൽ മാത്രമേ ഈ പാലം നമുക്ക് പണിത് പൂർത്തിയാക്കാനാവൂ. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ സമീപിച്ച് അവരുടെ കൂടെ പിൻബലത്തോടു കൂടി കേന്ദ്ര ഗവൺമെൻറ്റിനെ ഞാൻ സമീപിക്കുകയായിരുന്നു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെയും അതുപോലെ ഫോറസ്റ്റ് വകുപ്പിനെയും ഡാം സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനെയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ഒരു പാലം പണിയാനുള്ള അനുമതി വാങ്ങിയതും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ കിബി പദ്ധതി പ്രകാരം 24 അഥവാ 25 കോടിയോളം രൂപ ചെലവഴിച്ച് പതിറ്റാണ്ടുകൾ ആഗ്രഹിച്ചിരുന്ന പാവപ്പെട്ടവരായ ഒറ്റപ്പെട്ടുപോയ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തെ നമുക്ക് പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന അഭിമാനബോധത്തിലാണ് ഞാനും നിലകൊള്ളുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നവീകരിച്ചു. പിന്നീട് അങ്ങോട്ട് ആ ഘട്ടത്തിൽ തന്നെ റോഡുകൾ, പ്രത്യേകിച്ചും ഗ്രാമീണ റോഡുകൾ നവീകരിക്കാനായിട്ട് സാധിച്ചു. അതും വളരെ ആധുനികമായ രീതിയിൽ തന്നെയാണ്. രണ്ടാം ഘട്ടം എത്തുമ്പോൾ പാറശാല താലൂക്ക് ആശുപത്രി അടക്കം പ്രത്യേകിച്ചും മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ജനങ്ങളെ സംബന്ധിച്ച് അത്തരത്തിൽ വലിയധികം സന്തോഷമുണ്ട്. മൂന്നാം തവണ വീണ്ടും ജനവിധി തേടുകയാണ്. പ്രത്യേകിച്ചും പിണറായി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ജനവിരുദ്ധതയൊന്നും തന്നെ കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ലാത്തൊരു ഘട്ടമുണ്ട്. എങ്ങനെയാണ് ഈ ജനവിധി നേരിടുമ്പോൾ, പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുമ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നു? എനിക്ക് നല്ല ആത്മവിശ്വാസമാണ്. ഈ മണ്ഡലത്തിലെ ബഹുജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ പരിശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ ആത്മവിശ്വാസം പകർന്നു തന്നത്. ജനങ്ങൾ നൽകിയ പിന്തുണയാണ്. അവരാണ് എൻ്റെ കരുത്ത്. ആത്മവിശ്വാസവും ജനങ്ങളാണ്. ആ ജനങ്ങൾ എന്നെ
സഹായിക്കും, പിന്തുണയ്ക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്, ജനങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. ഇന്നലെ വരെ 10 വർഷക്കാലമായി ഈ നാടിനെ സേവിച്ച എനിക്ക് തുടർന്നും ജനങ്ങളെ സേവിക്കാനാവും. ഞാൻ ചെയ്തു വച്ചിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഇട്ടിട്ടുള്ള അടിത്തറയിൽ മേൽ പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. പുതിയ പദ്ധതികളുമായി ഞാൻ നാട്ടിലെ ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങുകയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഇടതുപക്ഷ രംഗത്തേക്ക് എത്തുന്നത്. നീണ്ടകാലം CPMൻ്റെ ഏരിയ സെക്രട്ടറി ആയിട്ട് ചെലവഴിച്ചു. ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മർദ്ദനമുറകൾക്ക് ഇരയായിട്ടുള്ള മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ്. തെക്കൻ ഭാഗത്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ചും ജയറാം പടിക്കലിൻ്റെയും ലക്ഷ്മണിയുടെയൊക്കെ കീഴിൽ ശാസ്തമംഗലം ക്യാമ്പിലൊക്കെ ആ ഓർമ്മകളൊക്കെ പലപ്പോഴും അഴവിറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ജനങ്ങൾക്കൊപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുതിർന്ന നേതാവായിട്ടുള്ള G. സുധാകരൻ അടക്കം പാർട്ടി വിട്ടുപോയൊരു ഘട്ടമുണ്ട്. അത് പ്രതിസന്ധിയിലാക്കുമെന്ന് കരുതുന്നുണ്ടോ അങ്ങ്? രാഷ്ട്രീയ അടിത്തറ വിപുലമാക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം അംഗീകരിക്കുന്ന ഒരു എളിയ സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയിൽ വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പാർട്ടിയുടെ പേരിൽ ജനങ്ങളെ സേവിക്കാനാവില്ല. നിസ്വാർത്ഥമായി ബഹുജനങ്ങളെ സേവിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമുദ്ര. നാളിതുവരെ തുടർന്നു വന്നതും അതുതന്നെയാണ്. ലോകത്ത് പലതും ആവാമായിരുന്നിട്ടും ജനങ്ങളുടെ താല്പര്യം മുറുകെ പിടിച്ചതിൻ്റെ ഭാഗമായി അത്തരം വേദികളിലൊന്നും കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ പ്രവർത്തകർ എത്രയോ ത്യാഗസമ്പന്നമായ ജീവിതം നയിക്കുകയും ക്ലേശകരമായ ജീവിതം നയിക്കുകയും ചെയ്ത് ജീവിക്കാൻ വേണ്ടി പെടുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അവർക്ക് അക്കാഡമിക തലത്തിലുള്ള വിവരമൊന്നും ലഭിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചില്ലെങ്കിലും ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ നിലപാടുകൾ വെച്ചുകൊണ്ട് ഈ പാർട്ടിയെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാതെ ഇന്നും സേവിക്കുന്നവരുണ്ട്. അവർ നമുക്ക് നൽകുന്ന ആവേശമാണ് എന്നെയും മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠം, ആ പാഠമാണ് എൻ്റെ പ്രത്യയശാസ്ത്രപരമായ അറിവിന് നിദാനമായി നിലകൊണ്ടിട്ടുള്ളത്. പ്രത്യയശാസ്ത്രമെന്നൊന്നും ഒരു പ്രത്യേക സംവിധാനമില്ല. ജനങ്ങളുടെ ജീവിതവും ആ ജീവിതവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത്. എപ്പോഴെങ്കിലും ജനങ്ങളിൽ നിന്ന് അകന്നു പോയെങ്കിൽ എത്ര കണ്ട് ഉരുവിട്ട് പ്രത്യയശാസ്ത്രം പഠിച്ചാലും നമുക്ക് നിലനിൽക്കാനാവില്ല എന്ന് ചരിത്രം പലപ്പോഴും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം ജനങ്ങളാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരു കാലുമാറ്റവും സാധ്യമല്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. എന്തായാലും ഐഷ പോറ്റി, G. സുധാകരൻ അടക്കമുള്ളവർ ഈ ഇടത് കൂടാരം വിട്ടുപോയിരിക്കുന്നു. മൂന്നാം തവണ ജനവിധി തേടി ഇടതുപക്ഷ സർക്കാർ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണ്. അത് ഒരു ഘട്ടത്തിലും ഒരു പ്രതിസന്ധിയായി മാറില്ല എന്ന് തന്നെയാണ് അങ്ങ് കരുതുന്നത്? തീർച്ചയായും ജനങ്ങളിൽ നിന്ന് അവർ അകന്നുപോയി എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയാണ് മറ്റൊരു വഴിക്ക് ചിന്തിക്കാൻ അവർക്ക് പ്രേരണയായി നിൽക്കുന്നത്. അവർ അവരുടെ സ്ഥാനം വിട്ടൊഴിഞ്ഞെങ്കിലും, പാർലമെൻ്ററി രംഗത്തുള്ള സ്ഥാനം വിട്ടൊഴിഞ്ഞെങ്കിലും അവർക്ക് ജനങ്ങളെ സേവിക്കാമായിരുന്നു. പക്ഷേ ജനങ്ങളെ സേവിക്കാനുള്ള താല്പര്യത്തിൽ നിന്ന് അകന്നുപോയതാണ് ഇന്ന് വഴിമാറി ചിന്തിക്കാൻ ഇടവരുന്നത്. ആ വഴിമാറി ചിന്തിക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരാനിടയുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പാറശാല തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ CK എന്ന് പറയുന്ന രണ്ടക്ഷരം മാത്രമാണുള്ളത്. ആ ആത്മവിശ്വാസം സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള CK ഹരീന്ദ്രനുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുമ്പോൾ ഇടതുപക്ഷത്തിന് മറ്റൊരു മുഖമില്ല പാറശാലയിൽ. അതുകൊണ്ട് തന്നെ ഇന്നലെ പ്രഖ്യാപനം വരുമ്പോൾ തന്നെ CK ഹരീന്ദ്രൻ എന്ന MLA ആ പേര് പൂർണ്ണമായിട്ടും നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. പാർട്ടിക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും സ്വീകാര്യനായ വ്യക്തി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി എന്തായാലും ജനവിധി തേടാനായിട്ട് സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.